السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. മാന്യ ശ്രോതാക്കൾക്ക് നേർമൊഴിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സത്യനിഷേധികളും പാപികളുമായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിവെച്ച നരകത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിരുന്നു നാം ചർച്ച ചെയ്തു വന്നിരുന്നത്. ആ നരകത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും അതിലുള്ള ഇന്ധനത്തെക്കുറിച്ചും അതിന്റെ കവാടങ്ങളെക്കുറിച്ചുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. നരകത്തിൽ വ്യത്യസ്തങ്ങളായ ശിക്ഷാമുറകളുണ്ട്. നരകത്തിൽ കാറ്റുകളും വെള്ളവും തണലുമുണ്ട്. പക്ഷെ നരകത്തിലെ കാറ്റെന്ന് പറയുന്നത് അത്യുഷ്ണമുള്ള സമൂഹമാകുന്നു. നരകത്തിലെ വെള്ളമോ അതികഠിനമായ സഹിക്കാൻ കഴിയാത്ത ഹമീമാകുന്നു. നരകത്തിലെ തണലെന്ന് പറയുന്നത് കരിമ്പുക കീറുകളായ യഹ്മൂമാകുന്നു. പരിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായത്തിൽ 41 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വ അസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാർ. എന്താണ് ഈ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ? എന്താണ് അവർക്കുള്ളത്? ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റ്, ചുട്ടുതിളക്കുന്ന വെള്ളം, തണുപ്പുള്ളതോ സുഖമുള്ളതോ അല്ലാത്ത കരിമ്പുകയുടെ തണൽ എന്നീ ദുരിതങ്ങളിലായിരിക്കും അവർ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നരകത്തിന്റെ ചൂടിനെക്കുറിച്ച് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതൊരാളുടെ തുലാസുകളാണോ കനം കുറഞ്ഞത്, ഏതൊരാളുടെ തുലാസുകളാണോ തൂക്കം കുറഞ്ഞത്, ഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയ ആയിരിക്കും. എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ? നാറുൻ ഹാമിയ, അത് ചൂടേറിയ, ചൂടുള്ള, അങ്ങേയറ്റം സഹിക്കാൻ കഴിയാത്ത ചൂടുള്ള നരകമാകുന്നു. അതോടൊപ്പം നരകത്തിൽ ലഭ്യമാകുന്ന തണലിനെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 77-ാം അധ്യായത്തിലെ 30 മുതലുള്ള 33 വരെയുള്ള വചനങ്ങൾ ലാ ളലീലിൻ വലാ യുഅനി മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. നരകത്തിലെ തണല് ഒരിക്കലും തണൽ നൽകുന്നതല്ല, തീജ്വാലയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമല്ല. തീർച്ചയായും നരകം വലിയ കെട്ടിടം പോലെ ഉയരമുള്ള തീപ്പൊരി തെറിപ്പിച്ചുകൊണ്ടിരിക്കും. അത് മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങളെപ്പോലെയായിരിക്കും. കഅന്നഹു ജിമാലത്തുൻ സുഫർ. പക്ഷേ ഈ തീപ്പൊരികളെയും കത്തിയുയരുന്ന തീജ്വാലയിൽ നിന്നൊന്നും രക്ഷ നൽകാൻ ആ നരകത്തിലെ തണലായ ആ കരിമ്പുകകൾക്ക് സാധിക്കുകയില്ല. അതോടൊപ്പം 74-ാം അധ്യായത്തിലെ സൂറത്തുൽ മുദ്ദസിറിലൂടെ നരകത്തിന്റെ സഖർ എന്ന രൂപത്തെക്കുറിച്ച് അള്ളാഹു കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വമാ അദ്റാക മാ സഖർ, സഖർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാമോ? ലാ തബ്കി വലാ തദർ, ആ സഖർ എന്നത് ഒന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയുകയോ ഇല്ല. ലവ്വാഹത്തുൽ ലിൽ ബശർ, അത് മനുഷ്യന്റെ തൊലി കരിച്ച് രൂപം മാറ്റിക്കളയുന്നതാണ്. അലൈഹാ തിസ്അത, അതിന്റെ മേൽനോട്ടത്തിന് 19 ആളുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസിറിലെ 27 മുതലുള്ള 30 കൂടിയ വചനങ്ങളിൽ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാലമെത്ര കഴിഞ്ഞാലും നരകത്തിന്റെ തീജ്വാലകൾ വർദ്ധിക്കുകയും ആ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. പരിശുദ്ധ ഖുർആൻ പറയാൻ, നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക, തീർച്ചയായും നാം നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ ഒന്നും വർദ്ധിപ്പിച്ചു തരികയില്ല. പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, കുല്ലമാ ഖബത്ത്, ആ നരകത്തിന്റെ തീയെങ്ങാനും മണഞ്ഞു പോകുമ്പോൾ സിദ്നാഹും സഈറ,
നാം അവർക്ക് ജ്വാല കൂട്ടിക്കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ദുനിയാവിലെ തീനെ നമുക്ക് ഭയമാണ്. ദുനിയാവിലെ തീപിടുത്തത്തെ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ആ പരലോകത്തുള്ള ആ നരകമെന്ന തീയിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടൊന്ന് പേടിക്കാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, റസൂലുള്ളാഹി കൃത്യമായി നമ്മെ നരകത്തിന്റെ തീയിന്റെ കാഠിന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നമ. നിങ്ങൾ ഇഹലോകത്തുണ്ടാക്കുന്ന തീയുണ്ടല്ലോ, നിങ്ങളൊക്കെ ഭയപ്പെടുന്ന, നിങ്ങൾ പേടിക്കുന്ന തീയുണ്ടല്ലോ, ആ തീ എന്ന് പറയുന്നത് ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നരകത്തിന്റെ തീയിലെ 70 ഒരു ഭാഗം മാത്രമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ നരകത്തിലേക്ക് കടക്കാനുള്ള എല്ലാ വാതിലുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊട്ടിയടക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേർമൊഴി, ജീവിത വഴിയിലെ പ്രമാണനാളം. ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.